നമസ്കാരം, ഞാൻ ഡോക്ടർ കാവേരി നായർ. ഇന്ന് നമുക്ക് അൾസേഴ്സ് അഥവാ കാലപ്പഴക്കം ചെന്ന ഉണങ്ങാത്ത വ്രണങ്ങളെ പറ്റി സംസാരിക്കാം. അത്തരത്തിലുള്ളൊരു നോൺ ഹീലിംഗ് വീനസ് അൾസറിൻ്റെ കേസ് കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. എന്താണ് ഒരു വീനസ് അൾസർ? സ്വാഭാവികമായും അൾസേഴ്സ് പല കാരണങ്ങളാൽ ഉണ്ടായേക്കാം. അതൊരു ആർട്ടീരിയൽ അല്ലെങ്കിൽ ധമനികളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാകാം, അല്ലെങ്കിൽ ഡയബറ്റീസുമായി അനുബന്ധമായി വരുന്ന വ്രണങ്ങളായിരിക്കാം, അല്ല എങ്കിൽ വീനസ്, സാധാരണയായി നമ്മുടെ വെരിക്കോസ് വെയിൻസ് അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാലിലേക്കുള്ള സിരകളെ ബാധിക്കുന്ന അൾസേഴ്സും ആകാം. കാലിലെ സിരകളുടെ സ്വാഭാവികത നഷ്ടപ്പെടുകയോ അല്ല എങ്കിൽ സിരകൾക്കുള്ളിലെ വാൽവുകളുടെ ക്ഷമത നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സിരകളിലൂടെ രക്തം മുകളിലേക്ക്, അതായത് ഹൃദയഭാഗത്തേക്ക് പമ്പ് ചെയ്ത് കയറുന്ന സാഹചര്യം ഇല്ലാതെയാകുന്നു. എങ്ങനെയാണോ അരുവിയിലെ ഒഴുകുന്ന വെള്ളത്തിനേക്കാൾ ഒരു കുളത്തിലെ കെട്ടി നിൽക്കുന്ന വെള്ളം മലിനമാകുന്നത്, അതുപോലെ തന്നെയാണ് ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന രക്തം അത്ര കണ്ട് തന്നെ മലിനമായിരിക്കും. അവിടെ സംഭവിക്കുന്നത് കൃത്യമായ അളവിൽ ശരീരത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാത്തത് കാരണം ഓക്സിജനേഷൻ ഡീഓക്സിജനേഷൻ പ്രക്രിയ കൃത്യമായി നടക്കില്ല. അതിനോടനുബന്ധിച്ച് ആ ഭാഗങ്ങളിലുള്ള കോശങ്ങൾക്ക് നാശവും സംഭവിക്കും. പിന്നീട് അവ അവിടെ ഒരു അൾസറായി രൂപം കൊള്ളുന്നു. ആയുർവേദത്തിൽ ജളൂക അവചരണ അഥവാ ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന രക്തമോക്ഷണ ചികിത്സയിലൂടെ നമുക്ക് ഇത്തരം അൾസേഴ്സിനെ വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കും. അത്തരത്തിൽ ലീച്ച് തെറാപ്പിയിലൂടെ വളരെ ഇഫക്റ്റീവായി റിസൾട്ട് കണ്ട ഒരു നോൺ ഹീലിംഗ് വീനസ് അൾസർ കേസാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പേഷ്യൻ്റെ പേര് മഹേശ്വരി. അമ്മ മാർച്ച് ഒരു അവസാനത്തെ ആഴ്ച ആയപ്പോഴായിരുന്നു ഇവിടെ അഡ്മിറ്റ് ആയത്. വന്ന സമയത്ത് 2 കാലുകളിലും അൾസർ ആയിരുന്നു. റൈറ്റ് കാലിൽ ഒരു 9/7 സെൻറ്റിമീറ്റർ ഡയമെൻഷനും ലെഫ്റ്റ് കാലിൽ ഒരു 7/4 സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള അൾസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 7 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതായിരുന്നു. നോൺ ഹീലിംഗ് അൾസർ ആയിരുന്നു. ആ വന്ന സമയത്ത് നല്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സ്ലഫ് ഉണ്ടായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. ഡ്രസ്സിങ് നമ്മൾ 2 തവണ ചെയ്യുമായിരുന്നു, പെട്ടെന്ന് തന്നെ സോക്ഡ് ആവുന്നതുകൊണ്ട്. നമ്മൾ മെയിൻലി ലീച്ച് തെറാപ്പിയാണ് ചെയ്തത്. ആൾമോസ്റ്റ് 30 days ഒക്കെ ആയപ്പോൾ അമ്മയുടെ പെയിനും സോക്ക് ആവുന്നതും കുറഞ്ഞു. അപ്പോൾ നമ്മൾ 1 time ബാൻഡേജിങ് ഒക്കെ ചെയ്യുന്നത്. ലെഫ്റ്റ് ലെഗിൽ ആൾമോസ്റ്റ് 45 days ആയപ്പോൾ അൾസർ കംപ്ലീറ്റ്ലി ഹീലായി. റൈറ്റ് ലെഗിലും ആ ഡയമെൻഷൻ കുറഞ്ഞു വന്നു. അമ്മ ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ട് ഏതാണ്ട് 9 ആഴ്ചയായി. ലെഫ്റ്റ് ലെഗിലെ അൾസർ കംപ്ലീറ്റ് ആയിട്ട് ഹീലാവുകയും നല്ല രീതിയിലുണ്ടായിരുന്ന ഡിസ്കളറേഷൻ മുഴുവൻ മാറുകയും ചെയ്തു. റൈറ്റ് ലെഗിലുണ്ടായിരുന്ന വലിയ വൂണ്ട് ഇപ്പോൾ ഏതാണ്ട് 1/2 സെൻറ്റിമീറ്റർ വിസ്താരമുള്ളൊരു കുഞ്ഞ് വൂണ്ടായി മാറിയിട്ടുണ്ട്. അതേപോലെ ഓവറോൾ ഹെൽത്തും മെൻ്റൽ വെൽബീയിങ്ങും ഒക്കെ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ വളരെ വിഷമത്തിലാണ് വന്നത്. കാല് പൊറുക്കാതെ 7 വർഷം കൊണ്ട് ഞാൻ സഹിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല സന്തോഷമായി. എൻ്റെ ഡാക്ടറും പിന്നെ കാവേരി മാഡം ഡാക്ടറാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാലെല്ലാം ശേഷം മാറി.